ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 4th സെമ്മിലെ മലയാള സാഹിത്യ മാതൃകകൾ എന്ന പുസ്തകത്തിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഇരുന്നുണ്ട ഓണം ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേത്. ഇതിൽ പറയുന്ന പ്രമേയം എന്ന് പറഞ്ഞാൽ തീവ്ര വികാരമായ വിശപ്പിൻ്റെ ദയനീയാവസ്ഥ കാട്ടിത്തരുന്ന ഒരു അനുഭവക്കുറിപ്പാണ് ചിദംബര സ്മരണയിലുള്ള ഇരുന്നുണ്ട ഓണം എന്നുള്ളത്. രാജകുമാരിയും യാചകബാലനും എന്ന അധ്യായത്തിലും ഭക്ഷണത്തിൻ്റെ മഹത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ എത്രമാത്രം നിസ്സഹനാക്കുന്നുവെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെണ്ടിയായി ജീവിക്കേണ്ടി വന്ന നിമിഷങ്ങളെ സ്മരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ ആത്മകഥയിൽ വരച്ചു കാട്ടുന്ന ഉള്ളടക്കമാണ് ഇതിൽ കാണിക്കുന്നത്. ആധുനിക മലയാള കവിതയിലെ ശുഭിത യൗവനത്തിൻ്റെ വക്താവാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചങ്ങമ്പുഴയ്ക്ക് ശേഷം മലയാള കവിതയിൽ ജനപ്രിയ ആർജിക്കാൻ കഴിഞ്ഞ കവിയാണ് ചുള്ളിക്കാട്. ആധുനിക കവികളിൽ ഏറ്റവും മുഴക്കവും മൂർച്ചയേറിയതുമായ ശബ്ദത്തിനുടമയാണ് ചുള്ളിക്കാട്. മനുഷ്യബന്ധങ്ങൾക്ക് സമൂഹത്തിൽ സംഭവിക്കുന്ന വിച്ഛേദങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രമേയമാകാറുണ്ട്. അതുപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് വേറിട്ടു നിർത്തുന്ന നഷ്ടങ്ങൾ അശാന്തമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സജീവമായി നിൽക്കുന്നു. 18 കവിതകൾ, അമാവാസി, ഗസൽ, മാനസാന്തരം, ഡ്രാക്കുള എന്നീ കവിതാ സമാഹാരങ്ങളും ചിദംബര സ്മരണ എന്ന സ്മൃതി സഞ്ചയവുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. 2001 അദ്ദേഹം രചിച്ച അനുഭവക്കുറിപ്പുകളാണ് 34 അധ്യായങ്ങളിലുള്ള ചിദംബര സ്മരണ എന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്ന ആത്മകഥയിൽ നിന്ന് ഉള്ളതാണ് ഈ ഭാഗം. വീടും നാട് ഉപേക്ഷിച്ച് അലഞ്ഞു നടന്ന കവി വിശപ്പ് സഹിക്കവയ്യാതെ ഒരു തിരുവോണ നാളിൽ അപരിചിതയായ വീട്ടിൽ കയറിച്ചെന്ന് ഇരുന്നുണ്ട അനുഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദാരിദ്ര്യത്തിനും സഹനത്തിനും തന്നോടൊപ്പം ഉപദേശിച്ചും ശകാരിച്ചും ഒപ്പം നിന്ന ദരിദ്രനായ തൻ്റെ സുഹൃത്തിനെയും അദ്ദേഹം അനുസ്മരിക്കുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവിയുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പാഠഭാഗം. ചിദംബര സ്മരണയിലെ 3-ാമത്തെ അധ്യായമാണ് ഇരുന്നുണ്ട ഓണം. തനിക്ക് മറക്കാനാവാത്ത 1978 ഓണത്തെ പറ്റിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത്. വീടും നാടും വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നക്സലൈറ്റുകൾക്ക് വേണ്ടി കവിത ചൊല്ലി നടക്കുന്ന കാലം. അന്ന് അദ്ദേഹത്തിൻ്റെ താവളം എറണാകുളം മഹാരാജാസ് കോളേജിലെ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന KS രാധാകൃഷ്ണൻ്റെ ഹോസ്റ്റൽ മുറി ആയിരുന്നു. ആ മുറിയിലെ അന്തേവാസിയായി അയാളുടെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടിയ കാലം. ഒരു ദരിദ്ര കുടുംബത്തിൽ അംഗമായിരുന്ന രാധാകൃഷ്ണൻ്റെ അന്തേവാസിയായി കഴിയുമ്പോൾ തൻ്റെ ചെലവുകളെല്ലാം വഹിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കായിരുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു സഹോദരനോടുള്ള സ്നേഹവും വാത്സല്യവും ഉത്തരവാദിത്തവും അദ്ദേഹം തന്നോട് പുലർത്തിയിരുന്നതായി ചുള്ളിക്കാട് സ്മരിക്കുന്നു. രാധൻ്റെ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം വളരെ ദരിദ്രമായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് പരിവർത്തനവാദിയായിരുന്ന അദ്ദേഹത്തിന് നക്സൽ അനുഭാവിയായിരുന്ന ചുള്ളിക്കാടിൻ്റെ ജീവിത രീതികളോടും ചിന്താഗതികളോടും ഒരു യോജിപ്പുമില്ലായിരുന്നു. എങ്കിലും സ്നേഹവും വാത്സല്യവും ഉത്തരവാദിത്വവും രാധൻ കവിയോട് പുലർത്തിയിരുന്നു. അയാൾക്ക് കഴിയുമായിരുന്നില്ല ദാരിദ്ര്യവും പട്ടിണിയും കൂട്ടിനുള്ളപ്പോഴും തന്നെ അപമാനിച്ചിടത്തേക്ക് കയറി ചെല്ലാൻ കവിയുടെ അഭിമാനം അനുവദിക്കുന്നില്ല. സമ്പന്നമായ വീട്ടിൽ ജനിച്ചെങ്കിലും പിച്ചക്കാരനായി കഴിയേണ്ടി വരുന്ന നിസ്സഹായത ചുള്ളിക്കാടിനെ ദുഃഖിതനാക്കുന്നു. എന്നാൽ സ്നേഹസമ്പന്നനായ സുഹൃത്തുക്കളുടെ ഔദാര്യം അയാളെ അപമാന ചിന്തയിലേക്ക് നയിക്കുന്നുമില്ല. രാധൻ്റെ ദാരിദ്ര്യ കുടുംബത്തിലേക്ക് പോവാനോ താൻ പിണങ്ങിപ്പോന്ന സ്വന്തം വീട്ടിലേക്ക് പോകാനോ കവി തയ്യാറും ആയിരുന്നില്ല. ദരിദ്രനായ സുഹൃത്തിൻ്റെ വീട്ടിൽ കഴിയുവാൻ തയ്യാറാകാതെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 5 രൂപ നോട്ടുമായി പോകുകയാണ് ചുള്ളിക്കാട് താല്പര്യപ്പെട്ടത്. തനിക്ക് രൂപ നൽകിയ സുഹൃത്ത് ഉപദേശിച്ചു, ബാല, നിന്റെ ആചാര്യന്മാരുണ്ടല്ലോ, ആ കടമനിട്ടയും സച്ചിദാനന്ദനും KG ശങ്കരപ്പിള്ളയും, അവരൊക്കെ മര്യാദയ്ക്ക് പഠിച്ച് പാസ്സായി നല്ല ഉദ്യോഗം സമ്പാദിച്ച് സ്വന്തം കാര്യം ഭദ്രമാക്കിയിട്ടാണ് വിപ്ലവം പറയണത്. അത് കേട്ട് നിന്നെപ്പോലെ കുറേ മണ്ടന്മാർ പേപ്പട്ടികളെ പോലെ പറഞ്ഞു നടക്കാനും അപ്പോഴും തൻ്റെ കൂട്ടുകാരെ കുറ്റപ്പെടുത്താതെ തൻ്റെ വിധിയെ പഴിക്കാനാണ് ചുള്ളിക്കാട് തയ്യാറായത്. ഓണത്തിന് പട്ടിണി കിടന്നാലും നിസ്സഹായായ
ദരിദ്രമായ ചങ്ങാതിയെ ബുദ്ധിമുട്ടിക്കാൻ അയാൾ ശ്രമിച്ചില്ല. 50 രൂപ ചോദിച്ചപ്പോൾ പ്രാരാബ്ധക്കാരനായ ആ സുഹൃത്ത് 5 രൂപയാണ് വെച്ച് നീട്ടിയത്. ആ പണം വലിച്ചെറിഞ്ഞ കവിയോട് 10 വയസ്സു മുതൽ പണിയെടുത്ത് ജീവിക്കുന്ന തനിക്ക് 5 പൈസയ്ക്ക് പോലും വിലയുണ്ടെന്ന് അയാൾ പറയുകയുണ്ടായി. ലജ്ജിച്ചു പോയ കവിയോട് പ്രസിദ്ധരായ മറ്റുള്ള കവികളെ പോലെ പഠിച്ച് പാസ്സായി നല്ല ഉദ്യോഗം സമ്പാദിച്ചിട്ട് വേണം വിപ്ലവം പറഞ്ഞ് നടക്കാനെന്ന് ആ സുഹൃത്ത് ഉപദേശിക്കുകയുണ്ടായി. തൻ്റെ തുണിസഞ്ചി തോളിലിട്ട് അവിടെ നിന്നിറങ്ങിയ കവി ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയും ഏകനായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. നഗരം ഓണാഘോഷത്തിൻ്റെ ലഹരിയിൽ അമരുമ്പോൾ കായലോരത്തും തെരുവുകളിലും അലഞ്ഞു തിരിഞ്ഞ് പൈപ്പ് വെള്ളം കുടിച്ച് കഴിച്ചുകൂട്ടി. തിരുവോണ നാളിൽ കടകളെല്ലാം അടഞ്ഞുകിടന്നു. ഒരു കടത്തിണ്ണയിൽ ചുള്ളിക്കാട് തളർന്നു കിടന്നു. ഉച്ചയായപ്പോൾ പ്രാഞ്ചി നടന്ന് വസ്ത്രങ്ങളെല്ലാം മുഷിഞ്ഞു നാറിയിരിക്കുന്നു. വിശപ്പ് സഹിക്കാനാവുന്നില്ല. നടന്നു തളർന്നൊരു ഗേറ്റിനടുത്തെത്തിയപ്പോൾ കുരുത്തോര തോരണവും തൃക്കാക്കരയപ്പനെയും മറ്റും അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ആ പഴയ വലിയ വീടിന് മുന്നിൽ ഓണക്കോടി ഉടുത്ത് 2 ആൺകുട്ടികൾ കളിക്കുന്നത് കണ്ടു. വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. അവിടെ കണ്ട വൃദ്ധയോട്, അമ്മുമ്മേ, ഞാൻ വളരെ ദൂരെ നിന്ന് വരുവാണ്. ഹോട്ടലുകളൊക്കെ പൂട്ടിയിരിക്കുന്നു. വിശന്നിട്ട് വയ്യ എന്നിങ്ങനെ പറഞ്ഞ് വിശന്ന് വലഞ്ഞ തനിക്ക് അല്പം ചോറ് തരുവാൻ വീട്ടുകാരോട് അപേക്ഷിച്ചു. തിരുവോണമായിട്ടും പിഷയെടുക്കുന്ന പിച്ചക്കാരനെ അത്ഭുതത്തോടെ വീട്ടിലുള്ളവർ നോക്കി നിന്നു. വീടിൻ്റെ വടക്കു ഭാഗത്ത് ഇലയിട്ടിരുത്തി വേലക്കാരി ചോറും കറികളും നാനാവിഭവങ്ങളും നിറഞ്ഞ സദ്യയും കവിക്ക് വിളമ്പിക്കൊടുത്തു. ആർത്തിയോട് അദ്ദേഹം അത് വാരിയുണ്ട്. അവർ കവിയെ കണ്ടപ്പോൾ വിചാരിച്ച് ഏതോ വിഷക്കാരനാണ് എന്നാണ്. എന്നാൽ ആ വീട്ടിലെ ഒരു പെൺകുട്ടി കവിയെ തിരിച്ചറിഞ്ഞു. തലയുയർത്തി നോക്കിയപ്പോൾ പട്ടുപാവാടയും തൂവള്ള ബ്ലൗസും ധരിച്ച ഒരു പെൺകുട്ടി കവിയെ സൂക്ഷിച്ചു നോക്കുന്നു. ഇത് കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടല്ലേ? അമ്പരപ്പോടെ ആകാശത്തേക്ക് ഓടി അവൾ, അമ്മേ, അത് പിച്ചക്കാരനല്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാടാ. ഞങ്ങളുടെ കോളേജിൽ കവിത ചൊല്ലാൻ വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഊണ് മതിയാക്കി എണീറ്റോടിയാലോ എന്ന് അദ്ദേഹം കരുതി. പകുതി ഉണ്ട ചോറുപേക്ഷിച്ച് എണീറ്റോടാനുള്ളത്ര ലജ്ജയാണ് കവിക്ക് അപ്പോൾ അനുഭവപ്പെട്ടത്. എന്നാൽ ഒരില ചോറ് കളയാൻ മനസ്സ് വന്നില്ല. അഭിമാനത്തേക്കാൾ വലുത് അന്നമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ കവി ഊണ് തുടർന്നു. അന്നത്തിൻ്റെ മഹത്വം കവി അന്ന് തിരിച്ചറിഞ്ഞു. യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. മലയാള സാഹിത്യ കൃതികൾ നോക്കാം. ദളിതൻ ആദ്യത്തെ 2 അധ്യായങ്ങളാണ്. ദളിതൻ എന്ന ഇതിൽ KK കോച്ചിൻ്റെതാണ് നമ്മൾ വായിക്കുന്നത്. കേരളത്തിലെ ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തനവുമാണ് KK കോച്ച്. ആനുകാലികങ്ങളും TV ചാനൽ ചർച്ചകളിലും ദളിത് നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഇടപെടുന്ന 2021 കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായി. 1971 മാതൃഭൂമി ആഴ്ചപ്പതിവ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ സാഹിത്യ മത്സരത്തിൽ നാടകരചനയിൽ 2ാം സ്ഥാനം നേടി. അടിയന്തര അവസ്ഥ തുടർന്ന് 6 മാസക്കാലം ഒളിവിലായി. കമ്മ്യൂണിസ്റ്റ് യുവജനവേദി, ജനകീയ തൊഴിലാളി യൂണിയൻ, മനുഷ്യാവകാശ സമിതി എന്നീ സംഘടനകൾ രൂപീകരിക്കാൻ നേതൃത്വം നൽകി. 1986 CDN എന്ന സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും CDN വാരികയുടെ പത്രപതിവരുമായിരുന്നു. KSRTCയിൽ നിന്നും സീനിയർ അസിസ്റ്റൻ്റായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബുദ്ധനിലേക്കുള്ള ദൂരം, ദേശീയതയ്ക്കൊരു ചരിത്രം പാഠം, കേരള ചരിത്രവും സാമൂഹ്യ രൂപീകരണവും, ദളിത് പാഠം, കലാപവും സംസ്കാരവും, ഇടതുപക്ഷമില്ലാത്ത കാലം, വായനയിലെ ദളിത് പാഠം, ദളിതർ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെത്. ഈ പാഠത്തിൽ നമുക്ക് റീക്യാപ്പ് വായിച്ചാൽ മതി, കാരണം അതിൽ തന്നെ പോയിൻ്റ് കംപ്ലീറ്റ് ഉണ്ട്. കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന നാളുകളിലെ സന്ദേഹങ്ങളാണ് തൻ്റെ സാമുദായിക സ്വതന്വേഷണത്തിൻ്റെ ഭാഗമായത് എന്ന് ലേഖകൻ പറയുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വിജനമായും തരിശായും കിടക്കവേ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കണ്ടെഴുത്തുകൾ അവർക്ക് ആതിഥ്യമരുളിയതിന് പ്രതിഫലമായി വിസ്തൃതമായ ഭൂമി എന്നാകെ നമ്പൂതിരിമാർക്ക് പതിച്ചു നൽകി. ചേർത്തലയിൽ നിന്ന് ഈഴവരെയും പുലയരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടെ കൈസ്രവരടക്കമുള്ളവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. അങ്ങനെയാണ് ഭൂ ഉടമസ്ഥത നെയ്തശ്ശേരി മനയിൽ നിക്ഷിപ്തമായത്. അത്ഭുതമായ വിളവ് നൽകി നെൽകൃഷിയുടെ ഉറവിടം പുലയരുടെയും ഈഴവരുടെയും അധ്വാനശേഷി മാത്രമായിരുന്നു. കൃഷിക്കാർ കൂലിയായി കിട്ടിയ നെല്ലു കൊണ്ട് ഹരവയർ പോലും നിറയ്ക്കാനാവാതെ താളും തകരയും ആമ്പൽ കിഴങ്ങുകളും തിന്ന് വിശപ്പകറ്റി. ജാതിഭേദമില്ലാതെ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം മനയിലെ പ്രയാസം അവർ വല്യമ്പ്രാനും ഇളമുറക്കാരൻ ചെറിയമ്പ്രാനുമായിരുന്നു. സ്ത്രീകൾ വല്യമ്പ്രാട്ടിയും ചെറിയമ്പ്രാട്ടിയുമായിരുന്നു. 150 ഏക്കറോളം കരഭൂമിയും പാടങ്ങളും ഉണ്ടായിരുന്ന വല്യച്ഛൻ സമ്പന്നനായിരുന്നു. സാമ്പത്തികമായ ഉന്നതിയിലുണ്ടായിരുന്നിട്ടും നമ്പൂതിരിമാരോട് അദ്ദേഹം പുലർത്തിയ വിധേയത്വത്തിന് അടിസ്ഥാനം സ്ഥാപനവൽക്കരിക്കപ്പെട്ട വിശ്വാസമായിരുന്നു.
വല്യച്ഛനുമായി നടത്തിയ ദീർഘ സംഭാഷണത്തിൽ നിന്ന് ലഭിച്ച വസ്തുതകളെ വായന അനുഭവങ്ങളുമായി സംയോജിപ്പിച്ച് അധംസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ലേഖനം എഴുതി താൻ ലളിത പ്രവർത്തകരുടെ ആദ്യക്ഷരം കുറിച്ച് എന്ന് ലേഖൻ പറയുന്നു. മധുരവേലി ആദിമകാലത്ത് വിജനവും ഏകാന്തവുമായിരുന്നു. ഏറനാടൻ പാട്ടിൽ മധുരവേലിക്ക് പടിഞ്ഞാറുള്ള എഴുമന്തുരുത്തും ചേർത്തലയ്ക്കും അടുത്തുള്ള എഴുപുന്നയും ഒറ്റ നേർരേഖയിലുള്ളതും ഈ രണ്ട് പ്രദേശങ്ങളും നിബിഡ വനങ്ങളുമായിരുന്നു. പാടങ്ങൾക്ക് ചുറ്റുമുള്ള ചിറകളിൽ തെങ്ങുകളുണ്ടായിരുന്നു. പാടശേഖരങ്ങളുടെ 3 വശവും തോടുകളുമായിരുന്നു. തെളിവെള്ളത്തിൽ ആമ്പലും പന്നച്ചെടിയും മീനുകളും തവളകളും നീർക്കോലിയും ഉണ്ടായിരുന്നു. തോടരുകളിൽ പൂവരശും പുന്നയും കൈതച്ചെടികളും വളർന്നു നിന്നിരുന്നു. മഴക്കാലത്ത് പാടങ്ങൾ വെള്ളം നിറഞ്ഞ് കടൽ പരപ്പാകും. അപ്പോൾ പാടങ്ങളിലൂടെ വള്ളങ്ങൾ യാത്ര ചെയ്യും. മഴക്കാലം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിയാൽ നെൽകൃഷിയുടെ ആദ്യഘട്ടമായ പുറം വരമ്പുകൾ ഉറപ്പിക്കലാണ് ഇതിന് കരിച്ചെളിയും തെങ്ങോലകളും കവുങ്ങിൻ തടികളും ഉപയോഗിച്ചിരുന്നു. കുട്ടനാട് അവസാനിക്കുന്നിടത്തെ സമതല പ്രദേശങ്ങളിലാണ് ആദ്യമായി കുടിപ്പാർപ്പുണ്ടായത്. തെങ്ങും കവുങ്ങും പ്ലാവും പുളിമരവുമെല്ലാം വീട്ടുവളപ്പുകളിൽ ഉണ്ടായിരുന്നു. മധുരവേലിയിൽ ജനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിന്നോ അകലങ്ങളിൽ നിന്നോ വന്ന് പാർക്കുന്നവരായിരുന്നു. ചില കുടുംബങ്ങൾ സർക്കാരിൽ നിന്നോ ജന്മിയിൽ നിന്നോ വില കൊടുത്ത് പാട്ടത്തിനെടുത്ത ഭൂമി സ്വന്തമാക്കിയപ്പോൾ ചിലർ കയ്യേറ്റങ്ങളിലൂടെ ഭൂവുടമസ്ഥരായി. നെൽകൃഷി ചെയ്തിരുന്ന പാടങ്ങൾ ജനവാസത്തിന് അനുയോജ്യമായിരുന്നില്ല. അതിന് മുഖ്യ കാരണം കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. പകലിലും ഇരുൾ മൂടിക്കിടന്ന പ്രദേശങ്ങൾ മുയൽ, കുറുക്കൻ, കീരി തുടങ്ങിയവ ആവാസ കേന്ദ്രങ്ങളായിരുന്നു. ഇത്തരം വിജന പ്രദേശങ്ങളിൽ പ്രേതങ്ങളും പിശാചുകളും വിഹരിക്കുന്നതായി കരുതിയിരുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിൽ ഏറ്റുമാനൂരിൽ നിന്നും പുറപ്പെടുന്ന സന്ദേശവാഹകർ കടുത്തുരുത്തിയാണ് എത്തിച്ചേരുന്നത്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യാപാര കേന്ദ്രം കടുത്തുരുത്തിയായിരുന്നു. മാർത്താണ്ഡവർമ്മ വെട്ടിപ്പിടിച്ച് തിരുവിതാംകൂറിനോട് ചേർക്കും മുമ്പ് വടക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഈ പ്രദേശം. ഉണ്ണുനീലി സന്ദേശകാലത്ത് കടുത്തുരുത്തി കടലിനോട് ചേർന്നുള്ള കായലോര പ്രദേശമായിരുന്നു. കോട്ടയം എറണാകുളം റെയിൽപാത നിർമ്മിക്കുമ്പോൾ ലഭിച്ച കടൽ കക്കകളും ചിപ്പികളും പത്തേമാരിയുടെ അവശിഷ്ടങ്ങൾ ഇതിന് തെളിവാണ്. കടുത്തുരുത്തിയുടെ പ്രാദേശിക ഭാഷാനാമം കടന്തേരി, വടമതിര എന്നിങ്ങനെയും സംസ്കൃതത്തിൽ സ്പന്ദപുരം ആണെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഏതൊരു കേരളീയ ഗ്രാമത്തിൻ്റെയും ഭൂതകാലമായിരുന്നു മധുരവേലിയുടേത്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ലേഖകൻ്റെ പ്രാദേശിക സ്വത്തന്വേഷണത്തിന് പ്രേരകമായ സംഗതി എന്താണ്? കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടലാണ്. ഉടമസ്ഥത നെയ്തശ്ശേരി മനയിൽ നിക്ഷിപ്തമായത് എങ്ങനെ? ചേർത്തലയിൽ നിന്ന് വന്ന ഈഴവന്മാരുടെയും പുലയന്മാരുടെയും സഹായത്തോടെ ക്രൈസ്തവരോട് അടക്കമുള്ളവരെ ഒഴിപ്പിച്ചപ്പോഴാണ്. ജന്മി സമ്പ്രദായത്തെക്കുറിച്ച് EMSൻ്റെ കാഴ്ചപ്പാട്. ജന്മി സമ്പ്രദായത്തിൻ്റെ വലിയൊരു മെച്ചം അത് വമ്പിച്ചൊരു സാമ്പത്തിക വിപ്ലവത്തിന് വഴിതെളിച്ചു എന്നതാണ്. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നവരിൽ നിന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം പാട്ടം പിരിച്ച് ജീവിക്കുന്നവരിലേക്ക് പകരുക എന്നതിൻ്റെ അർത്ഥം നവീനമായ സ്വത്തവകാശ ബോധത്തിന് അടിത്തറയിടുക എന്നതാണ്. പകൽ മുഴുവൻ ജോലിയെടുത്ത് തളർന്ന പുരുഷന്മാരും സ്ത്രീകളും കൂലി നെല്ലിനായി കാത്തു നിൽക്കേണ്ടി വരുന്നതിനെതിരെ. കർക്കിടകം എന്ന കഥയ്ക്ക് ആധാരമായ വസ്തുത എന്ത്? പകൽ മുഴുവൻ ജോലിയെടുത്ത് തളർന്ന പുരുഷന്മാരും സ്ത്രീകളും കൂലി നെല്ലിനായി കാത്തു നിൽക്കേണ്ടി വരുന്നതിനെതിരെ. അപ്പോൾ കർക്കിടകം എന്ന കഥയ്ക്ക് ആധാരമായ വസ്തുത എന്തെന്ന് ചോദിച്ചാൽ പകൽ മുഴുവൻ ജോലിയെടുത്ത് തളർന്ന പുരുഷന്മാരും സ്ത്രീകളും കൂലി നെല്ലിനായി കാത്തു നിൽക്കേണ്ടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത് കർക്കിടകം എന്ന കഥയ്ക്ക് ആധാരമായ വസ്തുത. എന്നാൽ ജന്മി സമ്പ്രദായത്തെക്കുറിച്ച് EMSൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അത് ജന്മി സമ്പ്രദായത്തിൻ്റെ വലിയൊരു മെച്ചം അത് വമ്പിച്ചൊരു സാമ്പത്തിക വിപ്ലവത്തിൽ വഴിതെളിച്ചു എന്നതാണ്. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നവരിൽ നിന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം പാട്ടം പിരിച്ച് ജീവിക്കുന്നവരിലേക്ക് പകരുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നവീനമായ സ്വത്തവകാശ ബോധത്തിന് അടിത്തറയിടുക എന്നതാണ് EMSൻ്റെ ജന്മി സമ്പ്രദായത്തെക്കുറിച്ചുള്ളത്. ദലിതർ എന്ന ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ KK ബാബുരാജാണ്. മധുരവേലിയിൽ ആദ്യമായി കുടിപ്പാർപ്പുണ്ടായ സ്ഥലം ഏതെല്ലാം? അത് കുട്ടനാട് അവസാനിക്കുന്നിടത്ത് സമതല പ്രദേശങ്ങളിലാണ്. കടുത്തുരുത്തിയെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന കൃതി ഏത്? അത് ഉണ്ണുനീലി സന്ദേശമാണ്.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മധുരവേലിയിലെ പ്രാചീന ജനതയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? മധുരവേലിയിലെ ജനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിന്നോ അകലങ്ങളിൽ നിന്നോ വന്ന് പാർക്കുന്നവരായിരുന്നു. ചില കുടുംബങ്ങൾ സർക്കാരിൽ നിന്നോ ജന്മിമാരിൽ നിന്നോ വില കൊടുത്തോ പാട്ടത്തിനെടുത്തോ ഭൂമി സ്വന്തമാക്കിയപ്പോൾ ചിലർ കയ്യേറ്റങ്ങളിലൂടെ ഭൂവുടമസ്ഥരായി മാറി. കടുത്തുരുത്തിയുടെ പ്രാദേശിക നാമങ്ങൾ എന്തെല്ലാമാണ്? കടുത്തുരുത്തിയുടെ പ്രാദേശിക ഭാഷാനാമം കടന്തേരി, വടമതിര എന്നും സംസ്കൃതത്തിൽ സ്പന്ദപുരം എന്നുമാണ്. ഏത് ലേഖനം എഴുതിയാണ് താൻ ലളിത പ്രവർത്തനങ്ങളോടെ ആദ്യ അക്ഷരം കുറിച്ചു എന്ന് ലേഖകൻ പറയുന്നത്? അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ലേഖനമാണ്. ഒരു അത്ഭുത ജീവിയെ കാണും പോലെ അകത്തുനിന്ന് സ്ത്രീകളും കുട്ടികളും ഇറങ്ങി വന്ന് അദ്ദേഹത്തെ നോക്കി നിന്നു. ഇവൾ പറയണത് ശരിയാണോ എന്ന് മുതിർന്ന സ്ത്രീ ചോദിച്ചപ്പോൾ നുണ പറഞ്ഞാലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചെങ്കിലും വിശപ്പാണ് പരമസത്യം, ബാക്കിയെല്ലാം വെറും പൊങ്ങച്ചമാണെന്ന് ആ നിമിഷം അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായിരുന്നു. ആരെയും നോക്കാതെ തലകുനിച്ചിരുന്ന് ചോറ് മുഴുവൻ ഉണ്ട തീർത്ത് തുണിസഞ്ചിയുമായി എടുത്ത് ചിറു തുടച്ചു നിൽക്കുമ്പോൾ പായസവുമായി ആ പെൺകുട്ടി മുന്നിൽ വന്നു. വേണ്ട, മധുരം കഴിച്ചാൽ ഒരിറക്കം വരും, കുറേ ദൂരം പോകാനുള്ളതാ എന്ന് പറഞ്ഞ് താഴ്മയോടെ അത് നിരസിച്ചു. ഹോട്ടലൊന്നും ഓണമായിട്ട് തുറക്കാത്തത് കൊണ്ടാണ് താൻ അവരെ ബുദ്ധിമുട്ടിച്ചതെന്ന് പറഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ കൈ കഴുകി തല കുനിച്ച് തൊഴുത് കവി അവരോട് യാത്ര പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങി നടന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഈ ഭാഗം നമ്മുടെ മനസ്സിൽ തറഞ്ഞു കയറുന്ന ഒന്നാണ്. സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ഈ ഭാഗത്ത് അനാവരണം ചെയ്യുന്നു. മാത്രമല്ല, ഒരു പിടി ചോറിന് മുന്നിൽ മനുഷ്യൻ്റെ ആത്മാഭിമാനം എത്ര ചെറുതാണ് എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. വിശപ്പിനേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊരു സത്യമില്ലെന്ന യാഥാർത്ഥ്യത്തെ ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഗദ്യം ഉരുകിയൊലിക്കുന്ന ലാവ് പോലെയാണെന്ന് പറയാറുണ്ട്. കവിത പോലെ ഗദ്യവും അനായാസമായി അദ്ദേഹത്തിന് വഴങ്ങുന്നു. നിരലംബനായ കേവല വിശപ്പാണ് പരമസത്യം. വിശപ്പ്, കാമം, സ്നേഹം, വെറുപ്പ് എന്നിവയോടുള്ള അഭിവജ്ഞ സമകാല കവികളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. എന്തും മറയില്ലാതെ തുറന്നെഴുതുവാനുള്ള ആർജവം കവിതയിലെന്ന പോലെ ആത്മകഥയിലും തെളിഞ്ഞു കാണാം. ദാരിദ്ര്യത്തിന് മനുഷ്യൻ്റെ അഭിമാന ബോധത്തെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയും. ലോകത്തിൽ ഏറ്റവും പ്രധാനം ഒരു പിടിച്ചോറാണെന്ന് സത്യം തന്നെ പഠിപ്പിച്ചുവെന്ന് ചിദംബര സ്മരണയിൽ ചുള്ളിക്കാട് എഴുതുന്നുണ്ട്. മഹാത്ഭുതമായ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുന്ന കൃതിയാണ് ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ. മനുഷ്യൻ്റെ ഏകാന്ത വിഹല്യതകളും ദുഃഖങ്ങളും വൈകാരികതയുടെ സ്പർശത്താൽ ആവിഷ്കരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യമുള്ള ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയിൽ അനുഭവിക്കാൻ കഴിയുന്നു. റീക്യാപ്പാണ്, അത് പോയിന്റുകളാണ്. ഓക്കെ, ഈ പോയിന്റുകൾ എഴുതിയാൽ മതി. 1978 തനിക്ക് മറക്കാനാകാത്ത ഓണത്തെ പറ്റിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന KS രാധാകൃഷ്ണന്റെ ഹോസ്റ്റൽ മുറിയിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് വീടും നാടും വിദ്യാഭ്യാസം ഉപയോഗിച്ച് നക്സലുകൾക്ക് വേണ്ടി കവിത ചൊല്ലി നടക്കുന്ന കാലമായിരുന്നു അത്. ചുള്ളിക്കാടിന്റെ ജീവിത രീതികളും ചിന്താഗതികളും ഒരു യോജിപ്പുമില്ലായിരുന്നു. എങ്കിലും സ്നേഹവും വാത്സല്യവും ഉത്തരവാദിത്വവും രാധൻ കവിയോട് പുലർത്തിയിരുന്നു. ഒരു ദിവസം ഓണവധിക്ക് ഹോസ്റ്റൽ അടയ്ക്കുന്നതിന് മുറി ഒഴിയണമെന്ന് അവൻ കവിയോട് പറയുകയുണ്ടായി. പ്രസിദ്ധരായ മറ്റുള്ള കവികളെ പോലെ പഠിച്ച് പാസ്സായി നല്ല ഉദ്യോഗം സമ്പാദിച്ചിട്ട് വേണം വിപ്ലവം പറഞ്ഞു നടക്കാനെന്ന് ആ സുഹൃത്ത് ഉപദേശിക്കുകയുണ്ടായി. തൻ്റെ തുണിസഞ്ചി തോളിലിട്ട് അവിടെ നിന്നിറങ്ങിയ കവി ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി ഏകനായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. തിരുവോണം ദിവസം അലഞ്ഞു തിരിഞ്ഞ് ഒരു വീടിന് മുന്നിലെത്തി. ആ പഴയ വലിയ വീട്ടിന് മുന്നിൽ ഓണക്കോടി ഇവിടുത്തെ 2 ആൺകുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഗേറ്റ് കടന്നകത്ത് കയറി കവി വിശന്നു വലഞ്ഞ് തനിക്കല്പം ചോറ് തരുവാൻ വീട്ടുകാരോട് അപേക്ഷിക്കുന്നു. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇലയിട്ട് നാനാവിഭവങ്ങളോടുകൂടി അദ്ദേഹം സദ്യ കഴിക്കുന്നു. ആ വീട്ടിലെ ഒരു പെൺകുട്ടി കവിയെ തിരിച്ചറിയുകയും പകുതിയുണ്ട ചോറ് ഉപേക്ഷിച്ച് എണീറ്റോടാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം ലജ്ജയാണ് കവിക്കപ്പോൾ അനുഭവപ്പെട്ടതെങ്കിലും അഭിമാനത്തെക്കാൾ വലുത് അന്നമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് കവി. ഒരു പിടി ചോറിന് മുന്നിൽ മനുഷ്യൻ്റെ ആത്മാഭിമാനം എത്ര ചെറുതാണെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. എല്ലാവരും തന്നെ നോക്കി നിൽക്കവേ കൈ കഴുകി തല കുനിച്ച് തൊഴുത് കവി അവരോട് യാത്ര പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. 1978 കവിയുടെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. വീടും നാടും വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നക്സലൈറ്റുകൾക്ക് വേണ്ടി കവിത ചൊല്ലി നടക്കുന്ന കാലമായിരുന്നു അത്. നക്സലൈറ്റോട് രാധൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നാണ്. കോൺഗ്രസ് പരിവർത്തനവാദിയായിരുന്ന രാധന് നക്സൽ അനുഭാവികളോട് ജീവിത രീതികളോടും ചിന്താഗതികളോടും വെറുപ്പായിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഹോസ്റ്റൽ വിടാൻ ഇടയാക്കിയ സാഹചര്യം എന്ത്? ഓണാവധിക്ക് എല്ലാവരും ഹോസ്റ്റൽ ഒഴിഞ്ഞു പോകേണ്ടതുണ്ടതുകൊണ്ടാണ്. രാധൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? രാധൻ്റെ അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം വളരെ ദാരിദ്ര്യമായിരുന്നു.
രാധൻ 5 രൂപ നൽകിയപ്പോൾ കവിയുടെ പ്രതികരണം എന്തായിരുന്നു? കവി ആ പണം 5 രൂപ വലിച്ചെറിയുകയാണ് ചെയ്തത്. പണം വലിച്ചെറിഞ്ഞ കവിയോട് രാധൻ പറഞ്ഞതെന്താണ്? 10 വയസ്സു മുതൽ പണിയെടുത്ത് ജീവിക്കുന്ന തനിക്ക് 5 പൈസയ്ക്ക് പോലും വിലയുണ്ടെന്ന് അയാൾ പറയുകയുണ്ടായി. രാധൻ കവിക്ക് നൽകിയ ഉപദേശം എന്താണ്? പ്രസിദ്ധരായ മറ്റുള്ള കവികളെ പോലെ പഠിച്ച് പാസ്സായി നല്ല ഉദ്യോഗം സമ്പാദിച്ചിട്ട് വേണം വിപ്ലവം പറഞ്ഞു നടക്കാനെന്ന് ഉപദേശിക്കുകയുണ്ടായി. പോസ്റ്റൽ വിട്ട കവി പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് എങ്ങനെയാണ്? നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞും രാത്രി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയും ഏകനായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. പകുതിയുണ്ട ചോറ് മതിയാക്കി ഓടിപ്പോകാൻ കവിക്ക് തോന്നിയ സന്ദർഭം ഏതാണ്? കവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി കവിയെ തിരിച്ചറിഞ്ഞപ്പോഴാണ്. കവി ഓണം ഇരുന്ന് ഉണ്ണേണ്ടി വന്ന സാഹചര്യം എന്താണ്? നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് വിശപ്പ് സഹിക്കാനാവാതെ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം യാചിച്ച് കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോടുള്ള സ്നേഹവും സഹതാപവും വ്യക്തമാക്കുന്ന സന്ദർഭം ഏതാണ്? നല്ല ഉദ്യോഗം സമ്പാദിക്കാൻ ഉപദേശിക്കുന്നു. ദരിദ്രനായ അയാൾ സുഹൃത്തിനെ എന്നുവെച്ചാൽ നമ്മുടെ കവിയെ സഹോദരന്റെ തുല്യം സ്നേഹിച്ചിരുന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 5 രൂപ കവിക്ക് നൽകുകയും ചെയ്തു. ലാസ്റ്റ് 12ാമത്തെ ദിവസം പരിചയമില്ലാത്ത വീട്ടിൽ ഓണം ഉണ്ണാൻ പോയ കവിക്കുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാമാണ്? വിശന്ന് വലഞ്ഞ കവി അപരിചിതരായ ഒരു വീട്ടുകാരോട് അപേക്ഷിച്ച് ഭക്ഷണം വാങ്ങിക്കുന്നു. ആ വീട്ടിലെ ഒരു പെൺകുട്ടി കവിയെ തിരിച്ചറിയുന്നു. എഴുന്നേറ്റോടാനുള്ള ലജ്ജയാണ് കവിക്ക് അപ്പോൾ അനുഭവപ്പെട്ടതെങ്കിലും അഭിമാനത്തെക്കാൾ വലുത് അന്നമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കവി തുടർന്നുണ്ണുകയാണ് ചെയ്തത്.